ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ കുളി കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന സാധനം നിങ്ങളുടെ തലയിൽ ഒന്ന് അപ്ലൈ ചെയ്താൽ മതിയേ. മുടി ഉണങ്ങുന്നതിനോടൊപ്പം തന്നെ ഈ ഡൈ നമ്മുടെ മുടിയിൽ പിടിക്കുകയും ചെയ്യും. പിന്നെ എന്ത് ചെയ്താലും നമ്മുടെ ഡ്രസ്സിലോ അതുപോലെ തന്നെ മുഖത്തോ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ തുണികളിലോ അതുപോലെ തന്നെ ഹെൽമെറ്റിലോ അങ്ങനെ ഒന്നും തന്നെ ആകത്തുമില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ നിന്ന് അത് ഇളകി പോകത്തുമില്ലേ. ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ മുടിയിൽ നിന്ന് ഈ ഡൈ ഇളകി പോകത്തുള്ളൂ. ഇതൊരു പെർമനൻറ്റ് റിസൾട്ട് തരുന്ന ഒരു ഹെയർ ഡൈ അല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ നമ്മൾ ഡൈ ചെയ്ത് 1-2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലേ. ഈ ഒരു ഡൈക്കാണെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം വരത്തില്ല. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 2 ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിൽ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബദാമാണ് കേട്ടോ. ഒരു 5-6 ബദാം എടുക്കുക. അതിന് നമുക്ക് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കണം, അതായത് നല്ലവണ്ണം കറുപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ട് ഒരു പപ്പടം കുത്തി വെച്ചതിന് ശേഷം ഗ്യാസിൽ വെച്ചിട്ട് നല്ല വൃത്തി ചൂടാക്കാം. അല്ല എങ്കിൽ നമുക്ക് നമ്മുടെ മൺചട്ടിയിലിട്ടിട്ട് നല്ലവണ്ണം വറുത്തെടുക്കുകയും ചെയ്യാം കേട്ടോ. നല്ല കറുത്ത് വരുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് ഓയിലൊക്കെ സെപ്പറേറ്റ് ആയി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ സമയമാകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അതായത് നല്ല കരിഞ്ഞ് നല്ല കറുത്ത കളറിലാവും കേട്ടോ ഇത്. അതിനുശേഷം ഇത് തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലാക്കിയിട്ട്, ഇപ്പോൾ നമ്മൾ ഒരു 10-15 എടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലാക്കി എടുക്കാം. ഒരു 5-6 നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇടികല്ല് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ പൊടിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു ഹെയർ ഡൈയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് കൂടുതൽ കാലം സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മളിപ്പം ബദാം ഇതുപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ പൊടിച്ചിട്ട് നമുക്ക് ഈ ബദാം നമ്മൾ പൊടിച്ചെടുക്കുന്നത് നമുക്ക് ഇതൊരു എത്ര നാൾ വരെയും സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. ഇങ്ങനെ പൊടിച്ചതിന് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറാക്കി വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് 1 സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു സ്പൂണിലേക്ക് നമുക്ക് ഇനി ചേർക്കേണ്ടത് നമ്മുടെ എണ്ണയൊന്നും അല്ല കേട്ടോ. എണ്ണയൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ തലയിൽ പിടിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ വാസലിൻ അല്ല എങ്കിൽ അലോവേര ജെല്ലാണേ. അലോവേര ജെല്ലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള അലോവേര ജെല്ല് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾക്ക് ഇത് പൊടിയായിട്ടും സൂക്ഷിച്ച് വയ്ക്കുക, അല്ല എങ്കിൽ അലോവേര ജെല്ലും കൂടി ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. പക്ഷേ അലോവേര ജെല്ല് നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള അലോവേര ജെല്ല് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ല് ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ഇറിറ്റേഷൻ ഉണ്ടാകും. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള അലോവേര ജെല്ല് തന്നെ നമ്മൾ കടയിൽ നിന്ന് ചോദിച്ച് മേടിക്കുക. ഇപ്പോൾ 1 സ്പൂണ് ഞാൻ പറഞ്ഞു, 1 സ്പൂൺ പൊടി എടുക്കുക, അതിലേക്ക് 1 സ്പൂൺ അലോവേര ജെല്ലും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്നതിന് മുന്നേ കുളിക്കുകയാണെങ്കിൽ ആ സമയത്ത് കുളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുടിയിൽ നമ്മൾ ഈ പൊടിയും അതുപോലെ തന്നെ അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും കേട്ടോ. അല്ല എങ്കിൽ നമ്മൾ അലോവേര ജെല്ല് ഇതിൽ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ബദാമിൽ തന്നെ നമ്മൾ ചൂടാക്കി എടുക്കുന്ന സമയത്ത്, ഇത് പൊടിക്കുന്ന സമയത്ത് തന്നെ ഇതിൽ ഒരു ചെറിയൊരു ഓയിലി കൺസിസ്റ്റൻസി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ നമ്മുടെ മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് നല്ല രീതിയിൽ നമുക്ക് നിറം കിട്ടും. അപ്പോൾ നമുക്ക് ബദാം മാത്രം പൊടിച്ച് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ല എങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ബ്ലാക്ക് കളറിൽ ഇരിക്കാൻ, അതുപോലെ തന്നെ കുറച്ചുകൂടെ ഈട് നിൽക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മുടെ അലോവേര ജെല്ല അല്ലെങ്കിൽ നമ്മുടെ വാസലിൻ ആഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഏത് പ്രായക്കാർക്കും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഹെയർ ഡൈ ആണിത്. അപ്പോൾ കമൻ്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം കമൻ്റ് ഇടുക. ഇത് കുറേ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. ചുമ്മാ വന്ന് പറയുന്നതല്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ വന്ന് പറയുന്നതെന്ന്, പക്ഷേ അങ്ങനെയല്ല. ഇത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഇത് അപ്ലൈ ചെയ്ത് നമുക്ക് നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകി കളയാവുന്നതാണ്. ഇത് സോപ്പ് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലായി കഴിഞ്ഞാൽ സോപ്പ് ഉപയോഗിച്ചാൽ മാത്രമേ ഇത് ഇളകി പോകത്തുള്ളൂ കേട്ടോ. അല്ല എങ്കിൽ നമ്മൾ വെറുതെ വെള്ളത്തിൽ കഴുകിയെന്ന് പറഞ്ഞ് ഇത് ഇളകി പോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കയ്യിലായി കഴിഞ്ഞാൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ഈ ഒരു ഡൈ നമുക്ക് ഒരു 1-2 ദിവസമൊക്കെ ഈട് നിൽക്കും കേട്ടോ. ഇത് ഒരു
മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് കഴുകിയാൽ മാത്രമേ നമുക്കിത് നമ്മുടെ തലയിൽ നിന്ന് കഴുകി കളയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളേ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.